2013-2014 കാലത്ത് ഒരു ദിവസം 28 ലക്ഷം പേരാണ് ഇന്ത്യയിൽ മെട്രോ ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. കാരണം മെട്രോ അന്ന് ഡൽഹിയിലും കൊൽക്കത്തയിലും ബംഗളൂരുവിലും മാത്രമായിരുന്നു, മഹാനഗരങ്ങളിൽ മാത്രമുള്ള സൗകര്യം. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം 2025-ൽ പ്രതിദിനം 1.25 കോടിയോളം ആൾക്കാരാണ് മെട്രോയിൽ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നത്. കാരണം കേവലം 10 വർഷം കൊണ്ട് 23 നഗരങ്ങളിൽ മെട്രോ റെയിലെത്തി. 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ മെട്രോ കണക്ടിവിറ്റി 4 ഇരട്ടി വളർന്നു. ഓരോ ദിവസവും 1 കോടി ആൾക്കാർ യാത്രയുടെ പുതിയ വേഗം തേടുക മാത്രമായിരുന്നില്ല, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത, ഇന്ധനച്ചെലവ് ഒഴിവാക്കിയ, വായുമലിനീകരണം നടത്താത്ത പുതിയ യാത്രാശീലം പരിചയിക്കുകയായിരുന്നു. പൊതുയാത്രാ സൗകര്യങ്ങൾക്കുള്ള പല വിധങ്ങളായ ഭൗതിക സൗകര്യങ്ങൾ അഥവാ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചു കൂട്ടിയ വർഷങ്ങളിലൊന്നാണ് 2025. രാജ്യമാകെ ധമനികൾ പോലെ വികസിച്ച എക്സ്പ്രസ് വേകൾ, റോഡുകൾ, പാലങ്ങൾ, എയർപോർട്ടുകൾ, റെയിൽ നെറ്റ്വർക്കുകൾ, ഏർബൻ പ്രൊജക്റ്റുകൾ. ഒരേ സമയം രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റോഡായും പാലമായും റെയിലായും എയർപോർട്ടായും ഒക്കെ വൈവിധ്യമാർന്ന പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുറന്നുകൊടുത്ത ഇതുപോലൊരു സമയം ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവില്ല. പ്രൊജക്റ്റുകളുടെ എണ്ണം, എക്സിക്യൂഷൻ്റെ വേഗത, പൊതുഗതാഗതത്തിൽ അത് ജനങ്ങൾക്ക് തുറന്നിട്ട സൗകര്യം, ഇന്ത്യ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ്. പ്രസ് മീറ്റുകളില്ല, താരങ്ങളെ വിളിച്ചുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളില്ല. പകരം നിശബ്ദം ഇന്ത്യയിൽ ഒരു വിപ്ലവം നടക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു രാജ്യത്തിൻ്റെ പ്രയോറിറ്റി അതിൻ്റെ ബജറ്റിൽ കാണാനാകുമെന്ന് പറയാറുണ്ട്. 2025-26 ബജറ്റിൽ രാജ്യത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായി കേന്ദ്രം വകയിരുത്തിയത് 11 ലക്ഷം കോടിയിലധികമാണ്. എന്നുവെച്ചാൽ GDP-യുടെ 3.1%. പഴയ കാലത്തെ പോലെ അഴിമതിക്ക് മേലുള്ള പുട്ടിയടിയായിരുന്നില്ല, ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമിയുടെ സാക്ഷ്യപത്രങ്ങളായിരുന്നു. ആ 11 ലക്ഷം കോടിയാണ് ഹൈവേകളായും മെട്രോയായും റെയിലായും പാലങ്ങളായും ജനങ്ങൾക്ക് തുറന്നുകൊടുത്തുകൊണ്ടിരിക്കുന്നത്.